ഈ ഭരണഘടനാ സംരക്ഷണ സമ്മേളനങ്ങൾ വരുന്നു, നിങ്ങളുടെ പ്രകടന പത്രിക വരുന്നു, ഇതിലെല്ലാം ജനതയ്ക്ക് അറിയേണ്ടത് അല്ല CPM എന്ത് പറഞ്ഞു, ലീഗ് എന്ത് പറഞ്ഞു, കോൺഗ്രസ് എന്ത് പറഞ്ഞു എന്നതല്ല. ഒരു മതന്യൂനപക്ഷ വിഭാഗത്തെ രണ്ടാം പൗരന്മാരാക്കി, ഇനി പൗരന്മാർ പോലും അല്ലാതാക്കി തടങ്കൽ പാളയത്തിലേക്ക് തള്ളിയിടാൻ സാധ്യതയുണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ എന്ന ഉത്കണ്ഠ പങ്കുവെക്കുന്നവർക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം? ഒന്ന് വേണോ എനിക്ക് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ ഇനി പറയുന്നതിനെ കുറച്ച് സമയത്തേക്ക് ഇൻട്രപ്റ്റ് ചെയ്യരുത്. എനിക്ക് പറയാൻ കണ്ടിന്യൂസ് ആയി പറയാൻ അവസരം തരണം. അതിനിടയ്ക്ക് ചോദ്യങ്ങളുണ്ടാവരുത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, CAA സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം BJPയുടെ ഹൃദയഭൂമിയായിരിക്കുന്ന ഹിന്ദി ഹേട്ട്ലാൻഡിലൂടെ നടത്തിയ ന്യായ യാത്രയിൽ കൃത്യമായ പോയിന്റുകളിൽ ഈ നിലപാട് അദ്ദേഹം ഉന്നയിച്ചിട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ CAA വിഷയത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ BJP രാജ്യത്ത് പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ആത്യന്തിക പരിഹാരം ഉണ്ടാവൂ എന്നുള്ളതാണ് ഈ കോടതി മുഖാന്തരമുള്ള നീക്കത്തിനൊപ്പം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ ക്രിസ്റ്റൽ ക്ലിയറാണ്. രണ്ട്, വേണു ഉന്നയിച്ച ശ്രീ പിണറായി വിജയൻ എടുക്കുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച്. പക്ഷേ പിണറായി വിജയൻ്റെ ഇനിഷ്യേറ്റീവ്സ് നിരവധി സംശയങ്ങൾ ഉണർത്തും എന്നൊരു സത്യമുണ്ട് വേണു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ 12 ചോദ്യങ്ങൾ ചോദിച്ചു. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി CAA എതിർത്തു, നിലപാടുകൾ പലതവണ പാർലമെന്റ് ഉൾപ്പെടെ സംസാരിച്ചു. CAA ബില്ല് പാർലമെൻറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയത് ശ്രീ ശശി തരൂരാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചു, ശ്രീ NK പ്രേമചന്ദ്രൻ സംസാരിച്ചു. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞെന്താണെന്നറിയാമോ, CAAക്കെതിരെ കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണരുന്നുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ചാമ്പ്യന്മാരെന്ന് വരുത്താനുള്ള ശ്രമം ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പശ്ചാത്തലത്തിൽ തന്നെ CAA വിരുദ്ധ ക്യാമ്പയിനുകൾ അത് ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. അത് റാലിയാണോ, അതല്ലാതെ ഭവന സന്ദർശനങ്ങളാണോ, അതിനായ പ്രത്യേകം ക്യാമ്പയിനുകളാണോ എന്നുള്ള കാര്യം കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കും. പക്ഷേ പിണറായി വിജയൻ്റെ മോട്ടീവ് ഈ കാര്യത്തിൽ വിശ്വസനീയമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പൂർവ്വകാല അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. CAA പോലൊരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് എടുത്ത ഏറ്റവും ശക്തമായ നിലപാടുകളെ, ശശി തരൂരിൻ്റെ പ്രസംഗങ്ങളെ, കോൺഗ്രസിലെ ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ് എടുത്ത നിലപാടുകളെ അറിഞ്ഞു പോലും ഇല്ല എന്ന രീതിയിൽ ചിത്രീകരിച്ച് പച്ച നുണ പറഞ്ഞ പിണറായിക്ക് BJPയുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപങ്ങളുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്.